കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഷിപ്പിംഗ് കപ്പൽ കമ്പനികൾക്ക് അന്ത്യശാസനം നൽകി. അവശിഷ്ടങ്ങൾ നീക്കുന്നതിലും മലിനീകരണം തടയുന്നതിലും കമ്പനികൾ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ MSC കമ്പനിക്ക് ഷിപ്പിംഗ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കപ്പൽ അപകടം കടുത്ത രീതിയിൽ ബാധിച്ചുവെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുകയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്തു. മെയ് 30 വരെ സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചതും ഇന്ധനം നീക്കുന്നതിൽ കാലതാമസം വരുത്തിയതും കേന്ദ്രം ഗൗരവമായി കാണുന്നുണ്ട്. എണ്ണച്ചോർച്ച നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മണിക്കൂറുകൾ മുന്നറിയിപ്പ് നൽകി. വിവിധ ആക്ടുകൾ പ്രകാരം നിയമ നടപടികൾ ആരംഭിക്കുമെന്നും അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. സിംഗപ്പൂർ കപ്പലായ വാൻ ഹൈലൻഡ്സ് പിന്നീട് അതിന്റെ ഷിപ്പിംഗ് കമ്പനിക്കും ഷിപ്പിംഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീ അണയ്ക്കുന്നതിനും കപ്പലിനെ നിയന്ത്രിക്കുന്നതിനും മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും എത്തിക്കുന്നതിൽ കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയതായി ഷിപ്പിംഗ് DG അറിയിച്ചു. സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചാൽ ക്രിമിനൽ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കി. നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനങ്ങളൊന്നുമില്ലെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഷ്ട്രീയപരമായ ഇടപെടലുകളും ക്രിമിനൽ കേസുകളും കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിന്റെ ഉടമസ്ഥരായ MSCക്കെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന മുൻ നിലപാടിൽ നിന്നും സർക്കാർ മലക്കം മറിഞ്ഞത് രാഷ്ട്രീയപരമായ തിരിച്ചടി ഭയന്ന് സൂചനയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ പിണക്കുന്നത് ഒഴിവാക്കാൻ CPM തീരുമാനിക്കുകയായിരുന്നു. തീരമേഖലയിൽ കപ്പൽ അപകടം കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചത്. കണ്ടെയ്നർ അവശിഷ്ടങ്ങളും വീപ്പകളും തട്ടി വള്ളങ്ങളും വലകളും നശിച്ചിട്ടും സർക്കാർ മൃദു സമീപനം സ്വീകരിക്കുന്നത് വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടയാക്കി. നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കടുത്ത നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. മറ്റൊരു കപ്പൽ അപകടം കൂടി ഉണ്ടായതും ഇരു കേസുകളിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിലെ അപകടവും ഈ വിഷയത്തിൽ പുനർവിചിന്തനം ചെയ്യാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു. നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും ലഭിച്ചതാണ് ക്രിമിനൽ നടപടികളിലേക്ക് നീങ്ങാൻ വഴിതെളിഞ്ഞത്. CPM ഏരിയ സെക്രട്ടറിയും ഇടതു മത്സ്യത്തൊഴിലാളി സംഘടനാ ഭാരവാഹിയുമായ C. ശ്യാംജി ബുധനാഴ്ച ഇമെയിൽ വഴി പരാതി നൽകിയതോടെ കേസെടുക്കാൻ വഴിയൊരുങ്ങി. ഈ FIRന്റെ പകർപ്പ് മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. ആദ്യം സിവിൽ കേസ് എടുക്കാനാണ് നിയമോപദേശം നൽകിയിരുന്നത്. എന്നാൽ ഇതിലെ പരിമിതികൾ കണക്കിലെടുത്താണ് കപ്പൽ അപകടം ബാധിച്ചവർ ആരെങ്കിലും പരാതി നൽകിയാൽ ക്രിമിനൽ കേസ് എടുക്കാമെന്ന് തീരുമാനിച്ചത്. അദാനിയുമായി കപ്പൽ കമ്പനിക്ക് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഹൈക്കോടതി ഇടപെടൽ കേരള തീരത്തെ ലൈബീരിയൻ കപ്പൽ അപകടം സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നഷ്ടപരിഹാരം തേടി കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിയൻ പ്രതാപന്റെ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നേരത്തെ കോടതി വിശദീകരണം തേടുകയും വിവരങ്ങൾ ലഭ്യമാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ കാർഗോ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചു. കപ്പൽ അപകടത്തിന് ശേഷം സ്വീകരിച്ച നടപടിക്രമങ്ങൾ, കേസെടുത്ത വിവരം, അപകടവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്നിവ സർക്കാർ കോടതിയെ അറിയിക്കും. കൊച്ചി പുറംകടലിൽ MSC എൽസ 3 കപ്പൽ അപകടത്തിൽപ്പെട്ട കേസിൽ പരാതിക്കാരനായ C. ശ്യാംജിയുടെ മൊഴി കോസ്റ്റൽ പോലീസ് രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ പ്രതികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. കപ്പൽ കമ്പനിയെ 1-ാം പ്രതിയാക്കിയും കപ്പൽ മാസ്റ്ററെയും ക്രൂവിയെയും 2ഉം 3ഉം പ്രതികളാക്കി നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോസ്റ്റൽ AIG പദം സിംഗിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കടുത്ത പരിശ്രമങ്ങൾക്കൊടുവിൽ ചരക്ക് കപ്പലായ വാൻഹായ് 503ന്റെ മധ്യഭാഗത്ത് പടർന്ന തീ അണയ്ക്കുന്നതിൽ 3-ാം ദിനം ഭാഗിക വിജയമുണ്ടായി. കപ്പലിന്റെ മുൻവശത്തേക്കും പിന്നിലേക്കും പടർന്ന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കപ്പലിന്റെ മധ്യഭാഗത്തെ തീ അണയ്ക്കാനായെങ്കിലും ഇവിടെ നിന്നും കനത്ത പുക ഉയരുന്നുണ്ട്. വൈകിട്ടോടെ കപ്പലിന്റെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പോർബന്തറിലെ മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഹെലികോപ്റ്ററിൽ കപ്പലിൽ ഇറങ്ങിയതായും വിവരമുണ്ട്.
തീപിടിച്ച സ്ഥലത്തു നിന്നും വീണ്ടും 40 നോട്ടിക്കൽ മൈൽ ദൂരത്തോളം കപ്പൽ ഒഴുകിപ്പോയിട്ടുണ്ട്. കരഭാഗത്തേക്ക് കപ്പൽ എത്താതിരിക്കാനുള്ള മുൻകരുതലുകൾ തീരസംരക്ഷണ സേന സ്വീകരിച്ചിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളാണ് ഇപ്പോൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. മംഗളൂരുവിൽ നിന്ന് 2 കപ്പലുകൾ കൂടി ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. കണ്ടെയ്നറുകളിലേക്ക് പടർന്ന തീ ആളിക്കത്തുന്നതിനാലും കനത്ത പുകപടലങ്ങൾ ഉയരുന്നതിനാലും വ്യോമസേനാ ഹെലികോപ്റ്ററുകൾക്ക് കപ്പലിന് മുകൾ ഭാഗത്തേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. കപ്പൽ ഉൾക്കടലിലേക്ക് കെട്ടിവലിച്ചു മാറ്റാനുള്ള ശ്രമത്തിനായാണ് വിദഗ്ധ സംഘം കപ്പലിലേക്ക് എത്തിയത്. ഇത് ഏറെ നിർണായകമായ പ്രവർത്തനമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കപ്പലിന്റെ മുൻഭാഗത്തുള്ള വലിയ കൊളുത്തിൽ വടം കെട്ടി ടഗ് ബോട്ടുമായി ബന്ധിപ്പിക്കാനും ഇതോടെ സാധിച്ചു. അഴീക്കൽ തുറമുഖത്തു നിന്നും 44 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ വെച്ചായിരുന്നു കപ്പലിന് തീപിടിച്ചത്. നേരത്തെ 15 ഡിഗ്രിയോളം ചെരിഞ്ഞിരുന്ന കപ്പലിന് ഇപ്പോൾ 10 ഡിഗ്രി ചെരിവ് മാത്രമേയുള്ളൂവെന്നും അതിനാൽ മുങ്ങാനുള്ള സാധ്യതകളില്ലെന്നും തീരസംരക്ഷണ സേനാംഗങ്ങൾ പറഞ്ഞു. കപ്പലിൽ മൊത്തം 1754 കണ്ടെയ്നറുകൾ ഉണ്ടെന്ന വിവരമാണ് പുറത്തുവന്നിട്ടുള്ളത്. ഇതിൽ 1083 എണ്ണം കപ്പലിന്റെ ഡെക്കിന് താഴെയും 671 എണ്ണം ഡെക്കിലുമാണ് ഉണ്ടായിരുന്നത്. 143 കണ്ടെയ്നറുകളിൽ മാരക രാസവസ്തുക്കളാണെന്നും വിവരമുണ്ട്. കോഴിക്കോട് വടകര മേഖലയിലെ തീരദേശത്ത് ജില്ലാ ഭരണകൂടവും കോസ്റ്റൽ പോലീസും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.